മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട കുറുമയാണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കുക. അതിനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആൾക്കനുസരിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ 4 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളി അല്ലി, അത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. ബാക്കി 2 സവാള, ഒരു തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാം. ചെറിയ തോതിലൊന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. അത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാൻ ഇതുപോലെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഒന്ന് ക്രഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കൂടുതലൊന്നും ആവണ്ട, ഇത്രയും മതി. നമുക്ക് ഇടികല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താൽ കൂടി മതി. പക്ഷെ ഞാനിപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ഇതുപോലെ ചതച്ചെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് ചുടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണിത്. അണ്ടിപ്പരിപ്പ്, ഇത് നമുക്ക് അരച്ചെടുക്കണം. കുറുമ തയ്യാറാക്കാൻ നമുക്ക് തേങ്ങാപ്പാൽ അത്യാവശ്യമാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് തയ്യാറാക്കേണ്ടത്. നമ്മൾ കുറുമയൊക്കെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയാലാണ് നമുക്ക് ടേസ്റ്റായിട്ട് കിട്ടുക. അതിലേക്ക് ഞാൻ ഒരു ഏലക്ക ചേർത്തു, 2 ഗ്രാമ്പു ചേർത്ത് കൊടുത്തു, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കണം. ഒരു 5-6 മണി കുരുമുളക്, ഇത്രയും ചേർത്ത് അതൊന്ന് ചൂടായ ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷമാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം ഇപ്പോൾ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നമ്മൾ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്കത് കരിയാതെ വഴറ്റിയെടുക്കണം. അതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷേ നന്നായിട്ട് ഉള്ളി നമുക്കത് വഴറ്റിയിട്ട് നല്ല മയമായിട്ട് കിട്ടണം. അതിൻ്റെ ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും ഉള്ളിയും ഇഞ്ചിയുടെയും ചെറിയ ഉള്ളിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ചതച്ചെടുത്തത് എല്ലാം കൂടി നമുക്കൊന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കും കൂടി വേണം. അടച്ചു കൊടുത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് ഏകദേശം ഇപ്പോൾ ഇത് നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് മയമായിട്ട് വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട്. അതിൻ്റെ ശേഷം ഒരു 1/2 കപ്പ് ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു, വീണ്ടും അടച്ചു വെച്ചു. കണ്ട് ആ സമയത്ത് ഇതുപോലെ വെന്ത് കിട്ടും. ഈ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം, നമുക്ക് പച്ചച്ചുവ മാറി കിട്ടണം. ഇനിയാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വേണ്ടത്ര നമ്മൾ എരിവിന് വേണ്ടത്ര മുളക് പൊടി ചേർക്കാം. പിന്നീട് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ചെറിയ ടീസ്പൂണിനാണ് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കണം. പിന്നീട് നമ്മളൊരു 1/2 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി, ഇത്രയും പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇനി എല്ലാം ഒന്ന് പച്ചച്ചുവ മാറണ വരെ നന്നായിട്ട് ഇതിൽ കടന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് കമ്മിയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ്. അതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ചെറിയ തോതിലൊന്ന് ഇളക്കി ഈ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ആയ ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഇതൊന്ന്
വെന്ത് കിട്ടണം. അതുകൊണ്ട് നമുക്ക് ഇതിപ്പോൾ തിളച്ചാലും കുഴപ്പമൊന്നുമില്ല, പിരിഞ്ഞു പോകുമൊന്നുമില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് നേരം നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി തേങ്ങാപ്പാലിലാണ് നമുക്ക് കിട്ടുന്നത്. 2-3 മിനിറ്റ് നേരം അടച്ച് വയ്ക്കാം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം മതിയാവും നമുക്ക് 4 മുട്ടയ്ക്ക് വേണ്ട ഗ്രേവി ഇത്രയും മതി. ഇനി അണ്ടിപ്പരിപ്പും നാളികേരം കൂടി നന്നായിട്ട് അരച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതും കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത്. നമ്മൾ ആ അണ്ടിപ്പരിപ്പ് കുതിർത്താൻ വെച്ചിട്ടുള്ള ആ ചുടുവെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതിയാവും. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുമ ഇവിടെ തയ്യാറായി. ഇനി അവസാനമാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ മുന്നേയിട്ട് നമുക്കിതൊന്ന് അടച്ച് എല്ലാ ടേസ്റ്റുകളും ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒന്ന് അടച്ച് വയ്ക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. കറിവേപ്പില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയും മതി നമുക്ക് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ഏത് പലഹാരത്തിൻ്റെ കൂടെ ആണെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ചാറൊക്കെ പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. മുട്ടയുടെ എണ്ണത്തിനനുസരിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ ഗ്രേവി കൂടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതുപോലത്തെ ചപ്പാത്തിയുടെ കൂടെയാണിത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വീറ്റ് പൊറോട്ട മാതിരി ഉണ്ടാക്കിയതാണ്. മടക്കിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലെയറായിട്ട്. നല്ല ടേസ്റ്റാണ് ഇതുപോലത്തെ ചപ്പാത്തിയുടെ കൂടെ ഈ മുട്ടക്കുറുമ. നമുക്ക് മൈദ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കാനൊക്കെ കുറച്ച് കഷ്ടമാണ്, കുറച്ച് ടൈമൊക്കെ വേണം. ഇതാകുമ്പോൾ നമുക്ക് വേഗം ഇതുപോലെ ലെയറായിട്ട് മടക്കി ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ചപ്പാത്തിയേക്കാളും നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.